കോമഡി ചാക്കോച്ചന്റെ പേരെന്താണ്? ഞാൻ പറയാം. 56 പ്രാവശ്യം കണ്ടോ നീയാണ്? അമൃത പെർഫോമൻസിലോട്ട് പോവാം, അതല്ലേ നല്ലത്. മുതലാളി, ഞാൻ ഈ കോമഡി കാണുന്നതേ പൈസ എണ്ണി കൊടുക്കുന്ന പോലെ. ഇത് നമ്മൾ അന്വേഷിച്ച് വരില്ല. അപ്പൊ നമ്മൾ അന്വേഷിച്ച് ഇതിനെ ചെല്ലണം. അപ്പൊ ഇത് കിട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ചില സന്ദർഭങ്ങളിൽ അവിടുന്നോ ഇവിടുന്നോ കുറേശ്ശെ മറിക്കും. എന്നാൽ ചില സമയത്ത് എനിക്ക് നല്ല തോട്ടുകൾ വരും കേട്ടോ ഈ കോമഡിയുടെ. അപ്പൊ ഞാനത് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ആ പേരെങ്ങാനും പറഞ്ഞ ഈ സെൻസർ ബോർഡ് കേട്ട് കഴിഞ്ഞാൽ ആ പേര് അങ്ങനെ പറയരുത്, അതിന്റെ മുന്നിൽ വി ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോ ഇവൻ എന്റെ വീട്ടിലേക്ക് ഡെയിലി വരും ചായ കുടിക്കാൻ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വിടും ചായ ഇല്ല എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ഞാനും അവനും കൂടി ചായ കുടിക്കാൻ പോകും, വടയും കഴിക്കും അവന്റെ കാശ്. അപ്പൊ എപ്പോഴും ഇവനാണല്ലോ പൈസ കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാവുമ്പോ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചായയും വടയ്ക്കും കാശ് കൊടുക്കും. പക്ഷെ അവനെ വിളിക്കാറില്ല. അവൻ വളരെ ഹാൻഡ്സമാണ്, സൽസ്വഭാവിയാണ്, ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തവനാണ്, എന്നെ പോലെ സെയിം പിച്ച്. പക്ഷെ ഇവന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവൻ എല്ലാവരെയും സഹായിക്കും. ഇവൻ എന്നെ ഒന്ന് സഹായിച്ചു. ഒരു ദിവസം ഇതേപോലെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിവിടെ വെറുതെ നിൽക്കുന്നുണ്ട്. ഇവൻ ഓടി വന്നിട്ട് മൈക്ക് വന്നിട്ട് പറഞ്ഞു, 4 തമാശ പറയും. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, പെമ്പിള്ളേരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ മൈക്ക് മേടിച്ചു. ഞാൻ നോക്കുമ്പോ എത്ര പേര് ഉണ്ടെന്ന് നമുക്ക് നോക്കണല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിൽ ആരുമില്ല. എന്റെ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ ഒരാൾ വെള്ളം അടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്ക് മൈക്കെടുത്തിട്ട് ഹള്ള എന്ന് പറഞ്ഞപ്പോ ആളെ കാണാൻ. പിന്നെ സ്റ്റേജിന്റെ പുറകില് കുറെ പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൈക്കോടെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവിടെ വന്നിരിക്കാം, ഇവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട്. അപ്പൊ ആ പുറകിലിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, നിന്റെ പരിപാടി കഴിയട്ടെ,